ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വാരം തിയേറ്ററിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടുന്ന ബാലൻ എന്ന സിനിമ തന്നെയാണ് ഇപ്പോഴും മികച്ച കളക്ഷനുമായി മുന്നോട്ട് പോകുന്നത്. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകനായ ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 വെള്ളിയാഴ്ച ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നിങ്ങനെ പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററെത്തിയ ഈ സിനിമ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായ 9ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്യുന്നത് 1 കോടിക്ക് താഴെയായിരുന്നു. എന്നാൽ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ മികച്ച കളക്ഷനാണ് കേരളത്തിൽ നേടിയെടുത്തത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 1,22 ലക്ഷം രൂപയാണ്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 11,14 ലക്ഷം രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് 23 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ശനിയാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 25 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നതുമാണ്. GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി ജൂൺ 25 വ്യാഴാഴ്ച തിയേറ്ററെത്തിയ സിനിമയാണ് അനന്തൻ കാട്. മുരളി ഗോപി തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയിൽ ആര്യ, മുരളി ഗോപി, വിജയരാഘവൻ, ഇന്ദ്രൻസ്, സുനിൽ, റെജീന കസാൻഡ്ര, നിഖില വിമൽ, ദേവ് മോഹൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 78,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിൽ 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ നിന്ന് നേടിയെടുത്തത് 4 ലക്ഷം രൂപയാണ്. ടോട്ടൽ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1,52 ലക്ഷം രൂപയാണ്. 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1,87 ലക്ഷം രൂപയുമാണ്. ഇന്നലെ ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ഉയർ. M. പത്മകുമാർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ റോഷൻ മാത്യു, ബൈജു, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര, ശ്രുതി മേനോൻ, വിനീത് തട്ടിൽ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 24 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസായി പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം റേഞ്ചിലുമാണ്. ഹരീഷ് ദുരൈരാജ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് കോൺ സിറ്റി. വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയിൽ അർജുൻ ദാസ്, അന്നാബൻ, യോഗി ബാബു, വടിവ് കരശ്, സാക്ഷി വൈദ്യ, VTV ഗണേഷ്, രാധാ രവി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 3 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യ ദിവസം 1,20 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 1,60 ലക്ഷം റേഞ്ചിലാണ്. ബോളിവുഡ് സിനിമയായ വെൽക്കം ഫ്രാഞ്ചൈസിയിലെ 3ാമത്തെ ചാപ്റ്റർ വെൽക്കം ടു ദി ജംഗിൾ എന്ന സിനിമ ഇന്നലെ ജൂൺ 26 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അക്ഷയ് കുമാർ, സുനിൽ ഷെട്ടി, ദിഷ പട്ടാണി, അർഷാദ് വാഴ്സി, തുഷാർ കപൂർ, ജാക്വലിൻ ഫെർണാണ്ടസ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 4,80,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസായി 22,94 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തത്. വിദേശത്ത് നിന്ന് $7,22,000 അതായത് $6,81 ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ഓപ്പണിംഗ് ആയി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 29,75 ലക്ഷം രൂപയാണ്. മണിക്കൂറിൽ 25,000 ടിക്കറ്റുകൾ വരെയാണ് ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച മികച്ച കളക്ഷൻ തന്നെ ഈ സിനിമ നേടിയെടുക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച റീറിലീസായി തിയേറ്ററിലെത്തിയ ഹനുമാൻ എന്ന തെലുങ്ക് സിനിമയുടെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ്യാഴം, വെള്ളി എന്നിങ്ങനെ 2 ദിവസം കൊണ്ട് ആന്ധ്രയിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 18,95,000 രൂപയും തെലങ്കാനയിൽ 10,25,000 രൂപയുമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 13,000 രൂപ കളക്ട് ചെയ്ത ഈ സിനിമ 2 ദിവസം കൊണ്ട് ഇന്ത്യ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 29,33,000 രൂപ മാത്രമാണ്. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് ജൂൺ 19 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 13 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. 8 ദിവസം കൊണ്ട് കേരളത്തിൽ അങ്ങനെ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 1,22 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 11,50,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തത് 8,80,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 1,42 ലക്ഷം രൂപ ആദ്യ 8 ദിവസം കൊണ്ട് സ്വന്തമാക്കിയ സിനിമ വിദേശത്ത് നിന്ന് $15,000 അതായത് 14 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെയുള്ള 8 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 1,56 ലക്ഷം രൂപയാണ് ചിന്ന ചിന്ന ആസൈ സ്വന്തമാക്കിയിട്ടുള്ളത്. വിജയ് ആന്റണി നായകനായ ശശി സംവിധാനം ചെയ്ത നൂറുസ്വാമി എന്ന തമിഴ് സിനിമയുടെ കളക്ഷൻ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 9,18,00,000, കർണാടകയിൽ 48 ലക്ഷം, ആന്ധ്രയിൽ 1,08 ലക്ഷം, തെലങ്കാനയിൽ 46 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10 ലക്ഷം എന്നിങ്ങനെ 11,30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 1,19 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 8 ദിവസം കൊണ്ട് 12,49 ലക്ഷം രൂപയാണ് നൂറുസ്വാമി സ്വന്തമാക്കിയത്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.